എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമ്മുടെ നേപ്പാൾ ഏതാണ്ട് ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളം അശാന്തമായി തന്നെ തുടരുകയാണ്. കാരണം നമുക്കറിയാലോ, കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി പോലീസുകാർ നടത്തിക്കൊണ്ടിരുന്ന അതിക്രമങ്ങളെക്കുറിച്ച്, കൊടും ക്രൂരതകളെക്കുറിച്ച്, കസ്റ്റഡി മർദ്ദനങ്ങളെക്കുറിച്ച്, ഇടിമുറികളെക്കുറിച്ച് നിരന്തരം ഇന്നത്തെ പത്രത്തിലുണ്ട്, നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഉടമയായ, ഇതിൻ്റെയൊക്കെ അധിപനായ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ മിണ്ടുന്നേയില്ല. തൻ്റെ വകുപ്പിന് കീഴിൽ പോലീസുകാർ നരനായാട്ട് നടത്തുമ്പോഴും ബഹുമാനപ്പെട്ട കാരണഭൂതൻ മിണ്ടുന്നില്ല. നിങ്ങൾ വിചാരിക്കും ഈ ബഹുമാനപ്പെട്ട എന്ന എന്താണ് പറയുന്നത്? അങ്ങനെയാണ് ഇനി മുതൽ കേരളത്തിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഇനി മുതൽ ബഹു എന്ന് ചേർക്കണമെന്നാണ് പുതിയ തിട്ടൂരം. കേരളം പോകുന്നൊരു പോക്കെ നവോത്ഥാന കേരളം എന്നൊക്കെയാ പറയുക. നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമാണ് നിർണയിച്ചിരിക്കുന്നത്. ഇതിൽ ബഹുമാനപ്പെട്ട കാരണഭൂതന് ഒരു പ്രത്യേക അധികാരം, ബഹുമാനപ്പെട്ട വീണ വിജയന് മറ്റൊരു പദവി, ബഹുമാനപ്പെട്ട റിയാസിന്, ബഹുമാനപ്പെട്ട വീണ ജോർജിന്, ബഹുമാനപ്പെട്ട ശിവൻകുട്ടിക്ക്, ബഹുമാനപ്പെട്ട വീണ ജോർജിന്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു പദവിയല്ല, ഒരു ബഹുമാനം നൽകേണ്ട ഒരു കാര്യമൊന്നും ഇല്ല എന്ന് നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരേ അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ എന്നാണ് വെപ്പ്. അപ്പോൾ ഈ ഭരണ പരിഷ്കാര കമ്മീഷന്റെ പുതിയ ഉത്തരവിൽ ഏതോ ഒരു അണ്ടർ സെക്രട്ടറിയുടെ ബോധോദയം കൊണ്ട് ഇങ്ങനെയൊന്നും വരില്ല. ഇത് ബഹുമാനപ്പെട്ട കാരണഭൂതൻ തന്നെയാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായി ഈ ബഹുമാനപ്പെട്ട എന്ന് പറയുന്ന പ്രയോഗത്തിന് ഒരു സറ്റൈറിക് മീനിങ് കൊടുത്തതാരാണെന്ന് അറിയോ? അത് സ്വപ്നയാണ്, നമ്മുടെ സ്വപ്ന സുരേഷാണ്. കാരണം ഈ നമ്മൾ ബഹുമാനത്തിന് ഒട്ടും അർഹനല്ലാത്ത ഒരാളെ നമ്മൾ അതായത് അവസാനം നായുടെ കൊര പോലെ അവരുടെ മുഖത്ത് നോക്കി വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ അധിക്ഷേപിക്കലാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കാരണബോധം ഇനി മുതൽ നമ്മൾ നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നിയമങ്ങൾ പാലിക്കണം. ഇനി മുതൽ കാരണഭൂതം, ബഹു പരനാറി, കുലംകുത്തി, നികൃഷ്ട ജീവി എന്നൊക്കെ മാത്രമേ പറയുള്ളൂ. കാരണം അങ്ങനെ ബൗ എന്ന് നമ്മൾ ചേർക്കണം. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. പണ്ട് രാജാക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലെ വിദൂഷകന്മാര്, ഈ അരക്കവികള് പാടിയിരുന്ന പാട്ടാണ്, മുഖസ്തുതിയാണ്. അപ്പോൾ ഇപ്പം ഈ ബഹുമാനപ്പെട്ട പിണറായി വിജയന് ചുറ്റും ഇങ്ങനെ സ്തുതിപാഠകര് ഗീതം ആലപിക്കുകയാണ്. അവസാനം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സ്വപ്ന സുരേഷ് എപ്പോഴും പറയുന്നത് ഹോണറബിൾ CM, ഹോണറബിൾ മിനിസ്റ്റർ, ഹോണറബിൾ ഇല്ല. ഇവര് ചെയ്ത എല്ലാ തെണ്ടിത്തരങ്ങളും പറയുമ്പോഴും സ്വപ്ന സുരേഷ് വളരെ ആലങ്കാരികമായി ഹോണറബിൾ എന്ന് പറയാ. അവരുടെ പ്രൊനൗൺസിയേഷൻ ശരിക്കും ഓണറബിൾ എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. പോട്ടെ, അത് ഹോണറബിൾ CM, ഹോണറബിൾ മിനിസ്റ്റർ എന്നൊക്കെ സ്വപ്ന സുരേഷ് പറയുന്നത്. സ്വപ്ന സുരേഷ് കാര്യവും ബോധവും വിവരവും ഇല്ലാത്ത സ്ത്രീയൊന്നുമില്ല, ഏറ്റവും ഇന്റലിജന്റ് ആയ സ്ത്രീയാണ് അവരിങ്ങനെ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരർത്ഥമാണ്. അതായത് നമ്മൾ ഇപ്പൊ ഗോവിന്ദച്ചാമിയെ ബഹുമാന്യനായ ഗോവിന്ദച്ചാമി എന്ന് നമ്മൾ ആരെങ്കിലും പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാട്ടെ, ബഹുമാനപ്പെട്ട ഗോവിന്ദച്ചാമി. അപ്പൊ ഇതേപോലെയാണ് നമ്മൾ ഒട്ടും ബഹുമാനം അർഹിക്കാത്ത ഒരാളെ നമ്മൾ ബഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇയാള് അത്രമാത്രം അത്തമ്മനാണ്, അത്രമാത്രം നെറികെട്ടവനാണ് എന്നൊക്കെയാണ്. അപ്പൊ ഇനി മുതൽ എന്തൊക്കെ ആയിക്കോട്ടെ, അവരുടെ ഒരു ഇഷ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇനി മുതൽ ബഹു കാരണബോധം, അങ്ങനെ ബഹുകാരണബോധത്തിന്റെ ബഹുമാന്യമായ നടപടിക്രമങ്ങളാണ് ബഹുമാന്യ ദേഹത്തിന്റെ ശിങ്കിടികൾ. അതായത് അംഗരക്ഷകന്മാര് എന്ന് പറയുന്ന ആൾക്കാർ പണ്ട് ബഹുമാനപ്പെട്ട രക്ഷാപ്രവർത്തനം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ.
ഇതേപോലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇടിമുറികളിൽ നടക്കുന്നത്. പക്ഷേ കാരണബോധം ഇതുവരെ അങ്ങനെ ഇത് എന്താണ് ഇതിനെ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇത് തുടരുമോ, അതായത് കസ്റ്റഡിയിലുള്ള ഈ ഇടിമുറികൾ തുടരുമോ, വീണ്ടും വീണ്ടും ജനങ്ങളെ ഇങ്ങനെ വരിവരിയായി നിർത്തി അവരെ തല്ലിച്ചതയ്ക്കുമോ, അതല്ല ഇതൊക്കെ ചെയ്ത ബഹു പോലീസുകാർക്കെതിരെ ഈ ബഹു കാരണബോധം ഭയങ്കര ബോറല്ലേ ഈ ബഹു എന്ന് പറയുന്നത്, എന്താ ചെയ്യാ, പാലിക്കണ്ടേ നിയമം? പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് യഥാർത്ഥത്തിൽ ബഹുമാനം നൽകേണ്ടത് നമുക്കാണ്, ഇവിടുത്തെ ജനങ്ങൾക്കാണ്, ഇവിടുത്തെ വോട്ടർമാർക്കാണ്, ഇവിടുത്തെ പൗരന്മാർക്കാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരാണ് ആ വീഡിയോ ഒക്കെ ചെയ്തതിനു ശേഷം എന്നെ വിളിച്ച അഭിനന്ദിക്കുന്നത് കേട്ടോ. അതായത് ഈ എന്താ പറയാ, നമ്മളെ പണിക്കാരനാണ് ഈ പറയുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ വിളിച്ചു കേട്ടോ. അപ്പം നമ്മുടെ പറമ്പില് പണിക്ക് വരുന്ന ബംഗാളിയുടെ അതേ സ്റ്റാറ്റസ് ഇനിയേ ഉള്ളൂ ആർക്ക്, നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്ന് പറയുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ ഈ ഒരു പണിക്ക് നിയോഗിച്ച നമ്മളെയാണ് ഇവരെന്ത് ചെയ്യേണ്ടത്, ഇവര് ബഹുമാനിക്കേണ്ടത്. അപ്പം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് ഒന്ന് അത് തന്നെയാണ്, ബഹു എന്ന് ചേർക്കണം എന്ന് പറയുന്ന ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, ഈ ഇടിമുറികളെ കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല. പിന്നീട് സി പി ഐയുടെ സമ്മേളനം, CPIയുടെ 25ാമത് സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായിരിക്കുകയാണ്. നമുക്ക് മാതൃഭൂമി പത്രം എന്താ പറയുന്നത് നോക്കേ. ഇതാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് സർക്കാർ ഇങ്ങനെ പോരാ എന്നുള്ളതാണ്. സർക്കാർ ഇങ്ങനെ പോരാ, ഇത് കാലങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, സർക്കാർ ഇങ്ങനെ പോരാ. ഇത് ഇപ്പോഴാണ് ഈ കഴിഞ്ഞ 9.5 വർഷം തീരാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മുടെ CPIക്കാർക്ക് ബോധമുദിച്ചത്. CPIക്കാർ പറയുകയാണ് സർക്കാർ ഇങ്ങനെ പോരാ, സർക്കാരിന്റെ മുൻഗണന തെറ്റുന്നു. നമ്മുടെ സർക്കാർ എന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്കൊപ്പം, കർഷകർക്കൊപ്പം, ഇവിടുത്തെ അടിസ്ഥാന വർഗങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കേണ്ടതാണ്. പക്ഷേ പിണറായി വിജയന്റെ സർക്കാർ അങ്ങനെ അല്ല എന്ന് നമുക്കറിയാം. അവർ നിലയുറപ്പിക്കുന്നത് ഇവിടുത്തെ ഗുണ്ടകൾക്കൊപ്പമാണ്, ഇവിടുത്തെ ക്രിമിനലുകൾക്കൊപ്പമാണ്, ഇവിടുത്തെ പണച്ചാക്കുകൾക്കൊപ്പമാണ്, ഇവിടുത്തെ ഹവാല ഇടപാടുകാർക്കൊപ്പമാണ്, റിവേഴ്സ് ഹവാല ഇടപാടുകാർക്കൊപ്പമാണ്, അഴിമതിക്കാർക്കൊപ്പമാണ്, എല്ലാ കാട്ടുകള്ളന്മാർക്കും ഒപ്പമാണ് പിണറായി വിജയൻ എന്ന് നമുക്കറിയാം. അങ്ങനെ പാടില്ല എന്നാണ് നമ്മുടെ ബിനോയ് വിശ്വത്തിന്റെ ടീം പറയുന്നത്. അടിസ്ഥാന വിഭാഗങ്ങളെ അവഗണിച്ചു, ബിസിനസിന് വേണ്ടി നിയമങ്ങൾ മറികടക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. വാർത്ത എങ്ങനെയാണ്, അടിസ്ഥാന ജനവിഭാഗങ്ങളെയും കർഷകരെയും പരിഗണിക്കാത്ത രീതി സർക്കാരിൽ നിന്നുണ്ടാവുകയാണ് എന്ന കുറ്റപ്പെടുത്തലുമായി CPIയുടെ ആലപ്പുഴ 25ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താണെന്ന് പറയുക, സംഭരിച്ച നെല്ലിന്റെ പണം പോലും കൊടുക്കാനായിട്ടില്ല. പക്ഷെ നമ്മൾ അയ്യപ്പ സംഗമം നടത്തും. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്, വിവരമില്ലാത്ത ഹൈന്ദവ ജനതയുടെ വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷേ കാരണഭൂതമേ തെറ്റി, ഹൈന്ദവ ജനതക്ക് വിവരം വെച്ച് തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അയ്യപ്പ സംഘമല്ല, അതിന്റെ അങ്ങപ്പുറത്തെ സംഗമം വെച്ച് കഴിഞ്ഞാലും ഹൈന്ദവ ജനത മറക്കില്ല. നിങ്ങൾ അവരോട് ചെയ്ത കൊടും ക്രൂരതകൾ, തല്ലിച്ചതച്ചില്ലേ അയ്യപ്പന്മാരെ. മാളികപ്പുറത്തമ്മയും അയ്യപ്പനും കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ പൂമരൻ. ശ്രീമതി ടീച്ചർ പറഞ്ഞത് അമ്പലക്കുളത്തില് സ്ത്രീകളെ മുങ്ങിക്കുളിപ്പിച്ചിട്ട് സ്ത്രീകളുടെ നഗ്നത കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ പൂജാരിമാർ എന്നല്ലേ, അല്ലേ? എണ്ണി പറയുകയാണെങ്കിൽ അത്രയുണ്ട്. ഷംസീർ ഗണപതി മിത്താണെന്ന് പറഞ്ഞു, പിൻവലിച്ചില്ലല്ലോ. അയ്യപ്പ സംഗമം നടക്കുമ്പോഴേ പമ്പയില് ഗണപതി ഭഗവാനെ തൊഴുതിട്ട് വേണം അയ്യപ്പന്റെ അടുത്തേക്ക് പോകാൻ. അയ്യപ്പന്റെ മുന്നിൽ രണ്ട് കൈകളും ഇങ്ങനെ ബലമായി ചേർത്ത് വെച്ച് ശ്രീകോവിലിന് നേർക്ക് ഒരു നോട്ടം പോലും നോക്കാതെ നിൽക്കുന്ന ദേവസ്വം മന്ത്രിമാർ, അവരൊക്കെ അവരൊക്കെയാണ് അയ്യപ്പ മഹാസംഗമം നടത്തുന്നത്. അല്ലെങ്കിൽ ഞാൻ
പോകുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയാൻ ഒരു സ്ത്രീ പോലും മുന്നോട്ട് വരുന്നില്ല. കാരണം എന്താണ്? പരാതികളില്ല. രാഹുൽ മാങ്കൂട്ടം ഇവിടത്തെ ഈ നാട്ടിലെ ഏതൊരു ചെറുപ്പക്കാരനെയും പോലെ ഏതൊരു യുവാവിനെയും പോലെ സ്ത്രീ സൗഹൃദങ്ങൾ ഉള്ള ഒരു യുവാവാണ്. സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ 4, 5, 6 സ്ത്രീകളുമായി ചാറ്റ് ചെയ്തു. ഈ സ്ത്രീകൾക്കൊക്കെ ക്രിമികടി വന്നു കഴിഞ്ഞപ്പോൾ അറിയല്ലോ, ഒരു റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന സിനിമ നടി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു സിനിമ നടി വന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ട്രാൻസ്ജെൻഡർ അവന്തിക മൊഴിയെടുക്കാൻ പോലും ചെന്നില്ല കേട്ടോ. ഈ അന്വേഷണ കമ്മീഷനൊക്കെ തീരുമാനിച്ചിട്ട് മൊഴി തരാനുണ്ടോ, ആരോപണമുണ്ടോ, കല്ല് കൊത്താനുണ്ടോ എന്നൊക്കെ ചോദിച്ച് പിണറായി പോലീസുകാർ ഇങ്ങനെ നാടുനീളെ നടന്നിട്ടും ഒരു സ്ത്രീ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയാൻ മുന്നോട്ട് വന്നില്ലേ. റിനി ആൻഡ് ജോർജ് പണ്ട് ഈ വിളിച്ചു പറഞ്ഞ, അതായത് എനിക്ക് ഇയാൾ പണ്ട് സന്ദേശങ്ങൾ അയക്കാറുണ്ട്, ചാറ്റ് ചെയ്യാറുണ്ട്, കഴിഞ്ഞ 3 വർഷമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. അതിന്റെ അടുത്ത അയാളെ ഏതോ ഒരു ദിവസം ഹോട്ടലിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അത് വളരെ മോശമായി. പക്ഷെ എന്നിട്ട് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടോ. അങ്ങനെയുള്ള ഈ എന്താ പറയാ, റിനി ആൻഡ് ജോർജ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിനി ആൻഡ് ജോർജ് ഈ അന്വേഷണ സംഘത്തോട് പറഞ്ഞു എന്നുള്ളതല്ലാതെ അപ്പോഴും പറഞ്ഞു എനിക്ക് കേസിന് പോകാൻ താല്പര്യമില്ല, പരാതിയുമായി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യം. ഇത് പരാതിയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. പരാതിയൊന്നുമില്ല, കേസൊന്നും വേണ്ട എന്ന് റിനി ആൻഡ് ജോർജ് പറയുന്നു, അവന്തിക പറയുന്നു. പിന്നെ ഇത് ഗർഭചിത്രം അതായത് ലോകത്താദ്യമായിട്ട് ഒരു ഗർഭചിത്രമാണല്ലോ അവിടെ നടത്തുന്നത്. ഇവരൊക്കെ വർത്തമാനം കിട്ടാതെ ലോകത്താദ്യമായിട്ട് ഒരു ഗർഭചിത്രം നടത്തിയ പെൺകുട്ടി പറയുന്നു സൗകര്യമില്ലെങ്കിൽ പരാതിപ്പെടാനൊന്നും സൗകര്യമില്ല, പോയി പണി നോക്കാൻ പറഞ്ഞു. അവസാനം വി ഡി സതീശനാണ് കുടുങ്ങിയത്. ഈ വി ഡി സതീശൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ കേരളത്തില് ഞാൻ വിചാരിച്ചത് അന്തംഗമ്മികൾക്കാണ് ഏറ്റവും വിവരമില്ലാത്തതെന്നാണ്. പക്ഷെ അന്തംഗമ്മികളെക്കാൾ വിവരമില്ലാത്തൊരു സാധനം ഉണ്ട് കേട്ടോ, അതാണ് വി ഡി സതീശൻ. സമ്മതിച്ചു കേട്ടോ. അതായത് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു യുവ നേതാവിനെ ആലോചിക്കണം. രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറഞ്ഞതേ, ഈ രാഹുൽ മാങ്കൂട്ടും ഷാഫി പറമ്പിലും ശ്രീകണ്ഠനൊക്കെ ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത്, അല്ലാതെ നിങ്ങളുമായി ഈ വയസ്സൻ നേതാക്കന്മാരുള്ളത് കൊണ്ട് അല്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം. ഞാൻ സുധാകരേട്ടനൊന്നും മറന്നുകൊണ്ടല്ല പറയുന്നത്. സുധാകരേട്ടനെ പോലുള്ള അപൂർവം ചില എന്താ പറയാ വീറുറ്റ നേതാക്കന്മാർ ഉണ്ട് എന്നുള്ളത് ശരി തന്നെ. അതല്ലാതെ നിങ്ങളെ പോലെ കുറെ എണ്ണം ഉണ്ടല്ലോ. വി ഡി സതീശനെ പോലെ കുപ്പായം എന്താ പറയാ ചുളിയാതെ ഈ നാവിന്റെ ബലം കൊണ്ട് മാത്രം ജീവിക്കുന്ന വി ഡി സതീശനെ പോലുള്ള അടുത്ത മുഖ്യമന്ത്രിയാവാൻ കാത്തിരിക്കുന്ന അന്വേഷിച്ച് ചെന്നാൽ മതി കേട്ടോ. അടുത്ത് മുഖ്യമന്ത്രിയാവാൻ അത്രേ പ്രതിപക്ഷ നേതാവ് പോലും ആകുമോ എന്ന് കണ്ടറിയണം. അതാണ് സ്ഥിതി. ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് അതിന്റെ പാട്ടിന് വിടുക. അത് രാഹുൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ മതി. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞോളൂ, അതിന്റെ മറുപടി ഞങ്ങൾക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. മുകേഷ് ഉണ്ടല്ലോ, PCC ഉണ്ടല്ലോ, PKCC ഉണ്ടല്ലോ, എണ്ണി പറയാൻ നിരവധിയായ പേരുകൾ ഇവർക്ക് മുമ്പിലുണ്ട്. പക്ഷെ ഇവർ കുരുതി കൊടുത്തു ആ ചെറുപ്പക്കാരന്, രാഹുൽ മാങ്കൂട്ടത്തിനെ. അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ രാഹുൽ പുതിയ കോൺഗ്രസിനകത്ത് തന്നെ സ്ത്രീകൾ ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതിക്ക് പിന്നിൽ പാർട്ടിക്കുള്ളിലുള്ളവരാണെന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിലുള്ളവരാണ് രാഹുലിനെതിരെ പരാതി കൊടുത്തതെന്നാണ് ഈ പുതിയ പെൺകുട്ടികൾ പറയുന്നത്. അതാണ് ശരി, നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമില്ലേ. രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ശ്രീകണ്ഠനെയും ഒക്കെ വകവരുത്തണം എന്ന് ഒരു വിഭാഗക്കാരോടെ കരുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു ഇത്. അല്ലാഞ്ഞാൽ ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാനില്ലായിരുന്നു. പരാതി വരട്ടെ, അല്ലെങ്കിൽ കേസ് നമ്മുടെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സനീ ദേവി തന്നെ നേരത്തെ മുകേഷിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ, കേസ് ഉണ്ടായപ്പോൾ, കോടതിയിൽ കേസ് എത്തിയപ്പോൾ, ഈ അറസ്റ്റ് ചെയ്തപ്പോൾ ഒക്കെ പറഞ്ഞെന്താണെന്നറിയോ? അത് കോടതി ശിക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. കോടതി ശിക്ഷിക്കട്ടെ, അതിന് ചെറിയ ശിക്ഷ എന്ന് പോരാ, 6 മാസം 1 വർഷത്തിൽ പോരാ, 2 വർഷത്തിൽ കൂടുതൽ കോടതി ശിക്ഷിച്ചാൽ MLA സ്ഥാനം വേണമെങ്കിൽ രാജിവെക്കാമെന്നാണ് അന്ന് സതീദേവി പറഞ്ഞിരുന്നത്. അതിന്റെ വീഡിയോ നമ്മള് സമൂഹ മാധ്യമങ്ങളിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ നിലവിലിരിക്കുമ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു പരാതിയില്ലെന്നേ. എന്ത് പരാതി? ഒരു പരാതിയില്ല. ചാറ്റ് ചെയ്തു ഒരു ഹോട്ടലിൽ മുറി എടുക്കട്ടെ എന്ന് ചോദിച്ചു. എന്തൊക്കെയാണ് പറയുന്നത് അതുപോലും പറഞ്ഞത് നമുക്കറിയില്ല. അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ പറയുന്ന എന്നെ ബലാത്സംഗം ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ നിരവധിയായ ഈ കെട്ടിച്ചമച്ച ആരോപണങ്ങളൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. അടുത്ത തിങ്കളാഴ്ച നിയമസഭ ചേരാൻ പോവുകയാണ്. പുതിയ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് തിങ്കളാഴ്ച. രാഹുൽ മാങ്കൂട്ടം ധൈര്യമായി നിയമസഭയിലേക്ക് വരണം.
പക്ഷെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവര് ഈ സഖാക്കള് രാഹുൽ മാങ്കുട്ടൻ എന്ന് പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഈ അടിസ്ഥാനപരമായ ഇവിടുത്തെ ജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന പോലീസ് ക്രൂരതയ്ക്കെതിരെ കാര്യമായ സംവാദങ്ങളും ചർച്ചകളൊന്നും നടക്കാതെ പോകും. അങ്ങനെ ഒരു കാര്യം കൂടി ഇതൊക്കെ നേരത്തെ നോക്കേണ്ടതായിരുന്നു. അതാത് സമയത്ത് അതാത് കാര്യം ചെയ്യാതിരുന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, വരും കാലങ്ങളിൽ കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടൻ തന്നെയായിരിക്കും. കാരണം പഴയ പോലെ അല്ല, ജനങ്ങൾക്ക് കാര്യങ്ങൾക്ക് അറിയാം. എല്ലാ കാലത്തും ഈ പെണ്ണ് കേസ് എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കോടതികൾ പോലും പറഞ്ഞിരിക്കും. ഇപ്പൊ വേടന് മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നു. വേടനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. വേടനൊക്കെ കൊടും ക്രൂരതയാണ് ചെയ്തത്, ബലാത്സംഗമാണ് ചെയ്തത്. ഇവിടെ ബലാത്സംഗം ചെയ്തവരെ പോലും പറഞ്ഞേക്കാണ്. പിന്നീടാണ് ചാറ്റ് ചെയ്യുക, സൗഹൃദങ്ങൾ സ്ഥാപിക്കുക. അതിനെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ്. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പൊ ഏതായാലും മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തത് സർക്കാർ ഇങ്ങനെ പോരാ എന്ന് പറയുന്ന CPIയുടെ ഈ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള അവരുടെ റിപ്പോർട്ടാണ്. പിന്നീട് എന്താണ്, സ്വർണ്ണ പാളിച്ച എന്നുള്ള തലക്കെട്ടുണ്ട്. അതായത് ശബരിമലയിലെ സ്വർണ്ണ പാളികള് അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭാഗമാണ്. അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുന്നു. ഹൈക്കോടതി പറഞ്ഞു അത് ശരിയല്ല, തിരിച്ചെത്തിക്കണം. പക്ഷെ തിരിച്ചെത്തിക്കാൻ പറ്റില്ല, അത് ഉരുക്കി പോയി എന്നാണ് കേട്ടത്. സമാധാന വഴിയിൽ നേപ്പാൾ സർക്കാർ ഉണ്ടാക്കാൻ ശ്രമം തുടങ്ങി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മാതൃഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി നമുക്ക് ദേശാഭിമാനി നോക്കാം. ദേശാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം ദേശാഭിമാനിയുടെ ടോപ്പ് ബാർ CPI സംസ്ഥാന സമ്മേളനം തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ. പിന്നീട് ഖത്തറിൽ കടന്നാക്രമണം, ഒറ്റപ്പെട്ട് ഇസ്രായേൽ ഒറ്റപ്പെട്ടു. ഇസ്രായേൽ ഒരു ഒറ്റപ്പെടലും ഇല്ല. ഇസ്രായേൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിനെ തൊട്ട് കളിച്ചവരെയൊന്നും വെറുതെ വിടില്ല എന്ന് നെതന്യാഹു വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒക്ടോബർ 7 ഇനി ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ കേട്ടോ. ഒക്ടോബർ 7 ഇതേപോലൊരു ഒക്ടോബർ 7 2 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ഒക്ടോബർ മാസം 7-ാം തീയതി ആയിരുന്നു 1400ഓളം ഇസ്രായേലി കുട്ടികളെ, ഇസ്രായേലി യുവതികളെ, ഇസ്രായേലിലെ ചെറുപ്പക്കാരെ ഹമാസ് എന്ന് പറയുന്ന ഭീകരന്മാർ കടന്നു കയറി ബയണറ്റുകൊണ്ട് കുത്തിയും അരിഞ്ഞും വെട്ടിയും കൊല്ലുക മാത്രമല്ല, മൃതദേഹത്തെ അവഹേളിച്ചുകൊണ്ട് കാർക്കിച്ച് തുപ്പി അതിന്റെ മേലെ സംഹാര താണ്ഡവമാടുകയായിരുന്നു ഹമാസ് ഭീകരന്മാർ. പിന്നെ ആ ഭീകരന്മാരെ തുടച്ചു നീക്കുമെന്ന് നെതന്യാഹു പറഞ്ഞതിൽ എന്താ തകരാറ്? പൂമരൻ പണ്ട് പറഞ്ഞിരുന്നു, ഈ ഹമാസുകാർ എന്ത് ചെയ്താലും അത് ശരിയാണ്, ഇസ്രായേൽ എന്ത് ചെയ്താലും തെറ്റാണ്. പിന്നെ പൂമരൻ മിണ്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ പൂമരന്റെ മാതിരി കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ദേശാഭിമാനി പഴയ അത്ര ഒരു വീറുറ്റ ഒരു പ്രകടനമൊന്നും നടത്തുന്നില്ല. കാരണം മുസ്ലിങ്ങളെ ഇനി അങ്ങനെ പ്രീണിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്. എങ്കിലും ഒറ്റപ്പെട്ട് ഇസ്രായേൽ ഭീകര രാഷ്ട്രമാണ് ഇപ്പോഴും. പക്ഷെ പാകിസ്ഥാൻ ഭീകര രാഷ്ട്രമല്ല. ആർക്ക്? ദേശാഭിമാനിക്ക്. അങ്ങനെ ഒറ്റപ്പെട്ട് ഇസ്രായേൽ എന്നാണ് പറയുന്നത്. പിന്നെ നേപ്പാൾ ശാന്തമാകുന്നു. അങ്ങനെയുള്ള പ്രത്യേകിച്ച് ദേശാഭിമാനിക്ക് വലിയ കള്ളത്തരങ്ങളൊന്നും ഞാൻ അങ്ങനെ പെട്ടെന്ന് കണ്ടില്ല. ഇതുണ്ടേ, മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസ് യുവനടി മൊഴി നൽകി തെളിവും കൈമാറി എന്ന് പറയുന്നത്. എന്ത് തെളിവ്? ഇവരുടെ ചാറ്റ് കൈമാറി അത്രേ. എന്നിട്ട് അതിന്റെ ഉള്ളിലുണ്ട് എന്താ പറയാ, അതേസമയം നിയമപരമായി മുന്നോട്ട് പോകുന്നില്ലെന്ന് അവർ അന്വേഷണ സംഘത്തെ അറിയിച്ചു. എന്നിട്ട് കാര്യം, നിയമപരമായി ഞാൻ മുന്നോട്ട് പോകുന്നില്ല, എനിക്ക് ഇങ്ങനെ കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് വലിയ പരാതിയൊന്നുമില്ല എന്ന് പറയാൻ പിന്നെ എന്ത് കാര്യം? അതാണ് ആഘോഷിച്ചത്. പോരാട്ടം തുടരും. റിനി ആൻ ജോർജ് ആണ് കേരളീയ സ്ത്രീ ശക്തിയുടെ ഉദാഹരണം. റിനി ആൻ ജോർജ് കാണാറില്ലേ സോഷ്യൽ മീഡിയയിൽ? കഴിഞ്ഞ ദിവസം നമ്മുടെ പക്രു ഏതൊരു ചടങ്ങില് സിനിമാ താരം പക്രുവിന്റെ അടുത്ത് ഈ പെണ്ണുങ്ങൾ വന്നിരിക്കുകയായിരുന്നു. വന്നിരുന്നിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി വന്നിരുന്നിട്ട് പക്രുവിന്റെ കയ്യിൽ ഒന്ന് പിടിച്ചപ്പോൾ പക്രു മൈൻഡ് ചെയ്തില്ല. പക്രു മുഖത്തിരിച്ചളഞ്ഞു. ആകെ അപമാനിതയായിട്ട് കാര്യമില്ല. അപമാനിതയായിട്ടും ഒരു ചെളിപ്പുമില്ല. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കും. അതാണ് റിനി ആൻ ജോർജ്. അപ്പൊ അവരാണ് നമ്മുടെ റിനി ആൻ ജോർജ് എന്ന് അങ്ങനെ പറയുന്നത് ബഹു റിനി ആൻ ജോർജ്. പിന്നീട് എന്താണ്, സതീശനെതിരായ കലാപത്തെക്കുറിച്ച് ദേശാഭിമാനി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് ദേശാഭിമാനി ഒന്ന് നോക്കിയാൽ അറിയാം ചിലപ്പോ. മനോരമ കാണാത്ത മുന്നേറ്റങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മനോരമ കാണാത്ത മുന്നേറ്റങ്ങൾ എന്നാണ് MV ഗോവിന്ദന്റെ ഒരു ലേഖനം. പിന്നീട് എന്താണ്, ഖത്തറിനെ ആക്രമിച്ചത് ഇസ്രായേലിന്റെ തെമ്മാടിത്തം എന്നാണ് പറയുന്നത്. ഖത്തറിനെ ആക്രമിച്ചിട്ടില്ലാന്നേ. ഖത്തറില് ഈ ഹമാസിന്റെ നേതാക്കന്മാർ പോയപ്പോ ഹമാസിന്റെ നേതാക്കന്മാരെ മാത്രം തെരഞ്ഞു പിടിച്ചും കണ്ട് ബോംബിട്ടു. അല്ലാതെ ഖത്തറിനെ പോയി കണ്ട് ആക്രമിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതാണ്. അപ്പൊ ചെറിയ കള്ളത്തരൊന്നും പറയാതെ പിന്നെ ദേശാഭിമാനി ഇല്ലല്ലോ. മാധ്യമം ആശങ്കാരോഷം എന്നാണ്. ആശങ്കാരോഷം. അറബ് നേതാക്കൾ ഖത്തറിലേക്ക് ഇസ്രായേലുമായി വ്യാപാര നടപടികൾ അവസാനിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ.
പിന്നെ മറ്റൊരു വാർത്ത, ഒക്ടോബറോടെ രാജ്യവ്യാപകമായ SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, അതായത് വോട്ടർ പട്ടിക സമൂലമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റുകൾ തിരുത്തുന്നു. ഇനി വോട്ട് ചോരി രാഹുൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വീണ്ടും മുമ്പിൽ വോട്ട് ചോരി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഒന്നാം പേജിൽ തന്നെയാണ് മാധ്യമം കൊടുത്തത്. ബഹുമാനത്തിനും ഉത്തരവ്, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മുന്നിൽ ബഹു നിർബന്ധം. ബഹുമാനപ്പെട്ട എന്ന് വേണ്ട, ബഹു എന്ന് മതി. മന്ത്രിമാരോട് ബഹുമാനം വർദ്ധിപ്പിക്കുന്നതിന് വിചിത്ര ഉത്തരവുമായി ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ്. രേഖകളിലും മറുപടികളിലും റിപ്പോർട്ടുകളിലും അടക്കം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേര് പരാമർശിക്കുന്ന ഘട്ടത്തിൽ അതിനു മുമ്പിൽ ബഹു ചേർക്കണമെന്നാണ് നിർദ്ദേശം. അങ്ങനെ അതേതായാലും ഒന്നാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അക്രമം നിലയ്ക്കുന്നു, നേപ്പാളിൽ ഇടക്കാല സർക്കാരിന് നീക്കം. മലയാള മനോരമയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് നേപ്പാളിൽ ഇടക്കാല സർക്കാരിനെ കുറിച്ച് ചർച്ച തീയണയുന്നു എന്നുള്ളതാണ്. CPIയുടെ സംസ്ഥാന സമ്മേളനത്തെ കുറിച്ച് അടിസ്ഥാന വർഗത്തെ മറന്നു എന്ന് ആ റിപ്പോർട്ട് പറയുന്നു. പിന്നീട് ഫ്രാൻസിലും പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്. 300 പേർ അറസ്റ്റിൽ. കുതിപ്പ് തുടർന്ന് സ്വർണം. പവന് 160 രൂപ കൂടി 81,000 കടന്ന് സ്വർണ്ണവില എന്നുള്ള രീതിയിൽ മലയാള മനോരമ പറയുന്നു. കേരളകൗമുദിയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണപ്പാളിയാണ്. ശബരിമല സ്വർണ്ണപ്പാളി ഉടൻ തിരിച്ചെത്തിക്കണം, ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. വാറന്റി 40 വർഷം, 6ാം വർഷം അറ്റകുറ്റപ്പണിക്കൊക്കെ പിന്നീട് എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് അറിയാലോ. ഇനി കേന്ദ്രത്തോട് സുപ്രീം കോടതി നേപ്പാളിലെ സ്ഥിതി കാണാതിരിക്കരുത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേന്ദ്രത്തോട് സുപ്രീം കോടതി പറയാണ്, കാണാതിരിക്കരുത് നേപ്പാൾ, കാണാതിരിക്കരുത് ബംഗ്ലാദേശ്, കാണാതിരിക്കരുത് ശ്രീലങ്ക. നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികൾ, പ്രക്ഷോഭകർ, കലാപകാരികൾ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുമ്പോൾ കരുതിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നിൽ ആരൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. US ഡീപ് സ്റ്റേറ്റും രാഹുൽ ഗാന്ധിയുടെ മുങ്ങലുകളും ഒക്കെ നമുക്ക് വൻ ഭീഷണികളാണ് നമ്മുടെ രാജ്യത്തിന്. പക്ഷേ നമ്മളങ്ങനെ അങ്കലാപ്പിലാവേണ്ട കാര്യമൊന്നുമില്ല. കാരണം BJPക്ക് അറിയാം, RSSന് അറിയാം, ഇമാതിരി ഒരു കലാപശ്രമവും ഇന്ത്യയിൽ നടക്കില്ല. നടത്താൻ ശ്രമിച്ചാൽ കേരളകൗമുദിയുടെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, കണ്ണൂരിലുണ്ട് നീലിക്ക് പവർ കിട്ടിയ ഗുഹ. ഈ കേരളകൗമുദിക്കാര് ഈ സ്പെഷ്യൽ കൗമുദി സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അലമ്പ് വാർത്തകളൊക്കെ ഒന്നാൻ പോയി കൊടുക്കും. അതായത് മറ്റേ സിനിമ ഉണ്ടല്ലോ, ഏത് സിനിമ, ലോക സിനിമ, നമ്മുടെ കല്യാണി പ്രിയദർശൻ നായികയായി അഭിനയിച്ച ലോക സിനിമയിൽ ഷൂട്ട് ചെയ്ത ഗുഹ കണ്ണൂരിലുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രവഹിക്കുകയാണ്. പണ്ട് വരെ ഗുണ കേവ് കാണാൻ വേണ്ടി പോയ പോലെ ഇപ്പം ഈ കണ്ണൂരിലെ എവിടെയാണ് കുഞ്ഞിപ്പറമ്പ് ഗുഹ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോകുന്നു. പക്ഷേ ആ ഗുഹയിൽ കടക്കാൻ പറ്റില്ല, മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ടാന്ന് കേട്ടത്. അവിടെ വെച്ചിട്ടാണ് അത്ര ഇത് ഷൂട്ട് ചെയ്തത്. അങ്ങനെ കണ്ണൂരിലുണ്ട് നീലിക്ക് പവർ കിട്ടിയ ഗുഹ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങൾ. ഇനി ബാക്കി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷമുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും. നന്ദി, നമസ്കാരം.